നമസ്കാരം. സർഗനീഹാരിക മൊഴിയും വഴിയും പുതിയൊരു അധ്യായത്തിലേക്ക്. ഒരു വീടിൻ്റെ മൂലയിൽ ഒരു ചെണ്ട കിടക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ വന്ന ഒരാൾ അവിടുത്തെ കുട്ടിയോട് ചോദിച്ചു, ഈ ചെണ്ട നിൻ്റെയാണോ? കുട്ടി പറഞ്ഞു, അതെ. സന്ദർശകൻ ചോദിച്ചു, നിനക്കിത് വായിക്കാൻ അറിയാമോ? അവൻ പറഞ്ഞു, ഇല്ല, ഇതുവരെ ഞാനിത് വശമാക്കിയിട്ടില്ല. എന്നാലും ഈ ചെണ്ട കാരണം എനിക്ക് പണം കിട്ടുന്നുണ്ട്. സന്ദർശകൻ വീണ്ടും ചോദിച്ചു, അതെങ്ങനെ? അറിയാത്ത ഞാൻ പകൽ സമയം ചെണ്ട വായിക്കാൻ തുടങ്ങിയാൽ അത് നിർത്താനായി അമ്മ 10 രൂപ തരും. രാത്രി അച്ഛനും 10 രൂപ തരും. കുട്ടിക്ക് ചെണ്ട വായിക്കാതെ തന്നെ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടെങ്കിലും ചെണ്ട കൊണ്ടുള്ള ശരിയായ പ്രയോജനം അത് നന്നായി വായിക്കുക എന്നതാണല്ലോ. ഈ കഥയിലെ കുട്ടിയെപ്പോലെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ എഴുത്തുകാരിൽ ഭൂരിഭാഗവും, പ്രത്യേകിച്ച് കവികൾ. സ്വന്തം ഉണ്മയെ അറിയാതെ അഥവാ സ്വന്തം കഴിവിനെയും കഴിവില്ലായ്മയെയും തിരിച്ചറിയാതെ പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ ചില എളുപ്പ വഴികളെ ആശ്രയിക്കുന്നു. കുറേ പേര് ചെണ്ട കൊട്ടിക്കുന്നു അഥവാ മണ്ടന്മാരാക്കുന്നു. കഥയിലെ കുട്ടിക്ക് സഹിക്കവയ്യാതെ അച്ഛനും അമ്മയും പണം കൊടുക്കുന്നു. എന്നാൽ ഇന്ന് അരങ്ങുകൾക്ക് മുന്നിലെത്തുന്ന ആൾക്കൂട്ടം അബദ്ധങ്ങളെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, തിരിച്ചറിഞ്ഞും തിരിച്ചറിയാതെയും. നാളെ നമുക്കും കിട്ടേണ്ടതാണല്ലോ ഈ തൂവലുകൾ എന്ന ചിന്തയാണ് അവർക്ക്. ഒരു പുസ്തക പ്രകാശനം നടക്കുന്നു എന്നിരിക്കട്ടെ. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കഥയാകട്ടെ കവിതയാകട്ടെ, സദസ്സ് നിറയണമെങ്കിൽ ഒരു കവിയരങ്ങ് നിർബന്ധം. അത് പ്രകാശനത്തിനും കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പെങ്കിലും തുടങ്ങിയിരിക്കണം. പുസ്തക പ്രകാശന ചടങ്ങ് കഴിഞ്ഞാലും കവിയരങ്ങ് തുടരുന്നുണ്ടാവും. കവികളുടെ കവിഞ്ഞൊഴുക്ക്. ഈ ഒഴുക്ക് തീരുമ്പോഴേക്കും അസ്തമയം കഴിഞ്ഞ് നാഴികകൾ പിന്നിട്ടിട്ടുണ്ടാവും. നേരത്തെ കവിത ചൊല്ലിയ കവികൾ പോലും പലരും സദസ്സിലുണ്ടായെന്ന് വരില്ല. കവിതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ അനുശീലനം അഥവാ നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. അതുണ്ടെങ്കിലേ നല്ല കവിതയുണ്ടാകൂ. ജഡത്തിൽ ജീവൻ നിറയ്ക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സ്വപ്നത്തെ അക്ഷരത്തിൽ ആക്കാൻ. തപസ്സിരുന്നേ പൂവിരിയൂ എന്ന ഗാനശകലം ഓർമ്മയുണ്ടാവുമല്ലോ. ആ തപസ്സിന് തയ്യാറുള്ളവരെ കവിതയുടെ വഴി തിരഞ്ഞെടുക്കാവൂ. കവി എന്ന പദവി ചിലരെ വല്ലാതെ ഹരം പിടിപ്പിക്കുന്നുണ്ട് ഇന്ന്. അതിലൂടെ കിട്ടുന്ന ആദരവും സമ്മാനവും ഉന്മാദം കൊള്ളിക്കുന്നുമുണ്ട്. ഇങ്ങനെ കവിയശപ്രാർത്ഥികളായിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കവിതയ്ക്ക് ഗുണമുണ്ടോ? കവിത കെട്ടുക എന്നത് വ്രതവിശുദ്ധമായ കർമ്മമായിരുന്നു മുൻകാലത്ത്. ആ അക്ഷര കൗതൂഹലങ്ങൾ വിദ്യുൽ സദസ്സുകളിൽ മാറ്റുരയ്ക്കപ്പെട്ടിരുന്നു. ഇന്ന് മാറിയ കാലത്ത് മത്സരവേദികളായി കവിയരങ്ങുകൾ. എല്ലാം യാന്ത്രികമാകുന്ന കാലത്ത് കവിതാ നിർമ്മിതിയും യാന്ത്രികമാകാം എന്ന വികലധാരണ വേരോടുന്നു. മനുഷ്യഭാവനയ്ക്ക് പകരമായി യന്ത്രസഹായത്തെ ആശ്രയിക്കാനാവുകയില്ല. ഇന്ന് വളരെയേറെ പേരുടെ ശ്രദ്ധയിൽ പെട്ടെന്നെത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലെ എഴുത്താണ്. പണം മുടക്കില്ലാതെ അവ വായിക്കാൻ കഴിയും. പ്രസിദ്ധീകരണങ്ങളുടെ ദയാദാക്ഷിണ്യത്തിന് കാത്തു നിൽക്കേണ്ട അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. എന്നാൽ ആർക്കും എന്തും എപ്പോഴും വിക്ഷേപിക്കാവുന്ന വായുമണ്ഡലം പോലെയായിരിക്കുന്നു രംഗം. അവിടെ കാര്യമായ വിലയിരുത്തലോ വിമർശനമോ ഇല്ല. കുറ്റവും കുറവുമുള്ള സൃഷ്ടികളും സ്രഷ്ടാക്കളും ആ വേദിയിൽ ഏറെ കാണാം. സാങ്കേതിക വിദ്യ ആവശ്യം തന്നെയാണ്. നമുക്കെല്ലാം അത് കൂടിയേ തീരൂ ഇന്ന്. പക്ഷേ അതിൻ്റെ അതിർത്തി നിശ്ചയിക്കുക. എഴുതിക്കഴിഞ്ഞ് ഒന്ന് വായിച്ചു നോക്കുക. തെറ്റുകൾ സ്വയം തിരുത്താൻ ശ്രമിക്കുക. അതിനുശേഷമാവട്ടെ സമൂഹ മാധ്യമങ്ങളിലേക്ക് അയക്കുന്നത്.
തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് ഡിജിറ്റൽ മാധ്യമത്തിൻ്റെ പരിമിതി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പലരും. സാങ്കേതിക വിദ്യ ആവശ്യം തന്നെയാണ്, അത് എല്ലാവർക്കും സ്വീകാര്യമാകുന്നു. പക്ഷേ മനുഷ്യഭാവനയ്ക്കും തിരിച്ചറിവിനും പകരമല്ല അത്. കൂടുതൽ പേരുടെ ശ്രദ്ധയിൽ പെട്ടെന്നെത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും അച്ചടിയിലൂടെ ആനുകാലികങ്ങളിലോ പുസ്തകമായോ പ്രകാശിപ്പിക്കുമ്പോഴാണ് ആധികാരികത കൈവരുന്നതായി എഴുത്തുകാരും വായനക്കാരും അടങ്ങുന്ന പൊതുസമൂഹം കരുതുന്നത്. വിമർശകരും പുരസ്കാരങ്ങളും അച്ചടി രൂപങ്ങൾക്ക് പിന്നാലെയാണ്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന രചനകൾ വേഗത്തിൽ വിസ്മൃതമായേക്കാം എന്നതും ഒരു വസ്തുതയാണ്. നമ്മുടെ ഭാഷയിലെ എഴുത്തുകാരിൽ അധികവും താത്വിക മനസ്സുള്ളവരായിരുന്നു. എഴുതുക എന്നല്ലാതെ അതിൽ സ്വന്തം പേരോ കാലമോ മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്തുന്നതിൽ അവർ വിമുഖരായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എഴുത്ത് കൃത്യമായ കർത്തൃത്വം ആവശ്യപ്പെടുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഒരു 4 വരി എഴുതിയാൽ അതിനേക്കാൾ ആകർഷകമായി സ്വന്തം പേരും ഊരും എഴുതി പിടിപ്പിക്കുന്നു. അതിന് കാരണം അതിലൂടെ കൈവരുന്ന പ്രശസ്തിയാണ്. ആടയാഭരണങ്ങളൊക്കെ ആകർഷകം തന്നെ. എങ്കിലും അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറഞ്ഞതുപോലെ പുറമോടികൾക്കപ്പുറം കാമ്പും കഴമ്പും ഉള്ളവ കുറഞ്ഞു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തരാതരം പോലെ അവാർഡ് കച്ചവടവും നടക്കുന്നുണ്ട്. മൂല്യമുള്ളതല്ലെങ്കിലും ഒരു സഭയിൽ അവാർഡ് ജേതാവായി ആദരിക്കപ്പെടുന്നതിൽ ഊറ്റം കൊള്ളുന്നവർ ഏറെയുണ്ട്. പുസ്തക പ്രസാധനം ഒരു സാംസ്കാരിക പ്രവർത്തനമാണെങ്കിലും അതിനാവശ്യമായ ഗൗരവമോ ശ്രദ്ധയോ പ്രകടമാക്കാത്ത പ്രസാധകരും ഉണ്ട്. എഴുത്തുകാരും പ്രസാധകരും കടപ്പെട്ടിരിക്കുന്നതും കടപ്പെട്ടിരിക്കേണ്ടതും വായനക്കാരോടാണ്. അവരില്ലെങ്കിൽ എഴുത്തുകാരുമില്ല, പ്രസാധകരുമില്ല. വിപണിയിൽ വാങ്ങാൻ ആളില്ലെങ്കിൽ പിന്നെ ഉൽപ്പന്നമുണ്ടോ, ഉൽപ്പാദകരുണ്ടോ, വിൽപ്പനക്കാരുണ്ടോ? എല്ലാവർക്കും നമസ്കാരം.